പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആർക്കൊക്കെ നമുക്ക് ഓൺലൈൻ വഴി ബിസിനസ് ചെയ്ത് നല്ല രീതിയിൽ ലാഭം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ നമ്മളുടെ ഒരു ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ടാവും. ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് നമ്മളുടെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അവിടെ നിങ്ങൾ പഠിക്കുന്നത് എങ്ങനെ നമുക്ക് ഫേസ്ബുക്ക് അഡ്വർടൈസ്മെൻറ്റ് നല്ല രീതിയിൽ ചെയ്തെടുക്കാം, അതുവഴി നിങ്ങൾക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ വാട്സപ്പിലൊക്കെ എൻക്വയറീസൊക്കെ കൊണ്ടുവന്ന് സെയിൽസ് നേടിയെടുക്കാം. അതുകൂടാതെ നമുക്ക് ഓർഗാനിക്കലി യൂട്യൂബ്, ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം അങ്ങനെ തുടങ്ങിയ മാധ്യമങ്ങൾ വഴി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി എങ്ങനെ നല്ല രീതിയിൽ സെയിൽസ് നേടിയെടുക്കാം എന്നുള്ളതാണ് നമ്മൾ അവിടെ പഠിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആർക്കൊക്കെ ഓൺലൈൻ വഴി നമുക്ക് സെയിൽസ് നേടിയെടുക്കാമെന്നുള്ളതാണ്. നിങ്ങൾ വീട്ടമ്മയാണെങ്കിൽ കൂടി നിങ്ങൾക്ക് സെയിൽസ് നേടിയെടുക്കാം. നമ്മളുടെ കമ്മ്യൂണിറ്റിയിലൊക്കെ പല ആളുകളും ഈവൻ ഹൗസ് വൈഫാണ്. അവരൊക്കെ നല്ല രീതിയിൽ ഈവൻ ചെടികളൊക്കെ വിൽക്കുന്ന പ്ലാൻ നഴ്സറിയൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ആരായിക്കോട്ടെ ഏത് വ്യക്തിക്ക് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഓൺലൈൻ വഴി സെയിൽസ് നേടിയെടുക്കാം. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ആൾറെഡി ഹൗസ് വൈഫ് ആയിട്ടുള്ള ആളുകൾ, ആൾറെഡി ഇപ്പോൾ എന്തെങ്കിലും പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ അധികം ക്യാപിറ്റലൊന്നുമില്ല എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്യാം. അതുകൂടാതെ ആൾറെഡി ഷോപ്പുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ബിസിനസ് ഓണേഴ്സിന് ഇത് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അവർക്ക് കാരണം ഓഫ്ലൈൻ സെയിൽസ് ആകുമ്പോൾ നമുക്ക് ഒരു ചെറിയ ലൊക്കാലിറ്റിയിലാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോമ്പറ്റീഷൻ വരും. എസ്പെഷ്യലി അതൊരു സ്മാൾ ബിസിനസ് ആണെങ്കിൽ തന്നെ അതിന് കോമ്പറ്റീഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ഇവിടെ നിന്നും ഓൺലൈൻ വഴിയും സെയിൽസ് നടക്കും. അതുകൂടാതെ ഓഫ്ലൈൻ വഴി അല്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഓഫ്ലൈൻ സെയിൽസ്, ഇപ്പോൾ കല്യാൺ സെയിൽസ് അങ്ങനെയുള്ള വലിയ ബ്രാൻഡ്സൊക്കെ അത് അന്ന് സോഷ്യൽ മീഡിയ ഉള്ള കാലത്തൊന്നും അല്ലെങ്കിലും അതേ രീതിയിലൊക്കെ ഒരു ബ്രാൻഡായിട്ട് മാറണമെന്ന് ആഗ്രഹമുണ്ട്. ഓഫ്ലൈനിൽ തന്നെ നല്ല രീതിയിൽ സെയിൽസ് ചെയ്യണം. അവർ വീണ്ടും ഒരു 2-3 അതായത് പുതിയ ഔട്ട്ലെറ്റുകളൊക്കെ തുടങ്ങണമെന്ന് പ്ലാൻ ചെയ്യുന്നു. അങ്ങനെയുള്ളവർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉപയോഗിക്കാം. കാരണം അവർക്ക് ആൾറെഡി ഫെയിം കിട്ടുകയും അവർ ഒരു പരിചയം, മലപ്പുറത്തുള്ള ഒരു കമ്പനി എറണാകുളത്ത് വന്ന് ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്താലും ആൾറെഡി സോഷ്യൽ മീഡിയ വഴി കണ്ട് ഫെയിം ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ആളുകൾ ഓട്ടോമാറ്റിക്കലി ആ സ്ഥാപനത്തിൽ ഒരുപാടായി വരികയും ഓഫ്ലൈൻ സെയിൽസ് കൂട്ടാൻ. അപ്പം നിങ്ങൾ എക്സിസ്റ്റിംഗ് ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ, നിങ്ങൾ ഹൗസ് വൈഫ് ആയിക്കോട്ടെ, നിങ്ങൾ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ചെറിയ ബിസിനസ് ഓണേഴ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പുതുതായി ക്യാപിറ്റൽ വളരെ കുറവ് എനിക്ക് ബിസിനസ് ചെയ്യണമെന്ന് അതിയായ താല്പര്യമുള്ളവരായിക്കോട്ടെ, ആർക്കും എന്ത് ചെയ്യാം, ഓൺലൈൻ വഴി നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾക്ക് ഈവൻ നിങ്ങൾ പെയ്ഡ് ആഡ്, നമ്മൾ പെയ്ഡ് ആഡ് ചെയ്യാനും പഠിപ്പിക്കുന്നുണ്ട്. പെയ്ഡ് ആഡ് ചെയ്യാൻ അല്ലെങ്കിൽ തന്നെ രണ്ടാമത്തെയും പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ഓർഗാനിക്കലി ₹1 കൊടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് രണ്ടും ചെയ്യണം. പക്ഷേ നമുക്ക് ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാനില്ലെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഓർഗാനിക്കലി കിട്ടുന്ന സെയിൽസിൻ്റെ ഒരു ചെറിയ ശതമാനമൊക്കെ റീഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സെയിൽസ് നേടിയെടുക്കാൻ പറ്റും. അപ്പം നിങ്ങൾ കാരണം ഇന്ന് നമ്മൾ ഓൺലൈൻ വരണമെന്നുള്ളത് വളരെ അത്യാവശ്യമായ കാര്യമാണ്. കാരണം ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് എവിടെയാണ്, ആളുകൾ ഏറ്റവും കൂടുതലുള്ളത് സോഷ്യൽ മീഡിയയിലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരസ്യം ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് നമ്മളുടെ ഇതിനെപ്പറ്റിയൊക്കെ പഠിപ്പിച്ച് തരുന്ന നമ്മളുടെ പെയ്ഡ് ക്ലാസ് ഉണ്ട്. പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രീ ആയിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വയ്ക്കാം. ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തുകൊണ്ട് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് അവിടെ ഇടുന്നുണ്ടാവും. അപ്പോൾ പുതിയൊരു ക്ലാസ്സിൽ കാണാം. ബൈ.